അയ്യോ! എന്താ കഥ. എത്ര എത്ര അനുഭവങ്ങളാണ് ഉത്സവാനുഭവങ്ങളായിട്ട് വന്നിരിക്കുന്നത്. പോയവർക്കും അനുഭവം, പോവാത്തവർക്കും അനുഭവം. അതെങ്ങനെയാണെന്ന് കേൾക്കണ്ടേ? അതൊരു രസമുള്ളൊരു അനുഭവമാണ്. അഞ്ജലിയാണ് പറഞ്ഞിരിക്കുന്നത്. അഞ്ജലി. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. നമസ്തേ ശ്രീകാന്ത് ജി. ഞാൻ അഞ്ജലിയാണ് കോട്ടയത്ത് നിന്നും. ത്രിമധുരം ഗ്രൂപ്പിലെ അംഗമാണ് ട്ടോ. പൊന്നു ഗുരുവായൂരപ്പൻ്റെ തിരുവുത്സവവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം പറയാൻ ശ്രമിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു അനുഭവം ഗ്രൂപ്പിൽ പറയുന്നത്. കൃഷ്ണഭഗവാനെ ഇഷ്ടമായിരുന്നെങ്കിലും ഇത്രയധികം ജീവിതത്തിൻ്റെയും മനസ്സിൻ്റെയും ആഴങ്ങളിലേക്ക് ആ ദിവ്യരൂപം പതിഞ്ഞത് എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ്. ഏകദേശം 4 വർഷം മുൻപുള്ള കഠിനമായ ജീവിത പരീക്ഷണങ്ങളിൽ നിന്നും കൈപിടിച്ചുയർത്തി ചേർത്ത് നിർത്തി എൻ്റെ ജീവിതത്തിൽ അത്രയും മനോഹരമായൊരു സമ്മാനം തരികയും ചെയ്തു എൻ്റെ കുഞ്ഞ് പൊന്നുണ്ണിക്കണ്ണൻ, എൻ്റെ രണ്ടാമത്തെ മകൻ. അതിൽ പിന്നെയാണ് ഞാൻ ഇത്രയധികം ഭഗവാനിലേക്ക് അടുത്തത്. പലപ്പോഴായിട്ട് 3-4 അനുഭവങ്ങൾ തന്നിട്ടുണ്ടേ. തളർന്നു വീണപ്പോഴൊക്കെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. എല്ലാ വർഷവും ഉത്സവം വരുമ്പോൾ അതിയായി ആഗ്രഹിക്കാറുണ്ട് ഒരു ദിവസമെങ്കിലും പോയി തൊഴണമെന്ന്. പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. ഇത്തവണയും അതുപോലെ തന്നെ. അങ്ങനെ ഇരിക്കെ 7ാം ഉത്സവത്തിന് ഞാനൊരു യൂട്യൂബ് ചാനലിൽ പറയുന്നത് കേട്ടു, ഗുരുവായൂരപ്പൻ്റെ ശിവേലിയിലെ ഓട്ടപ്രദക്ഷിണത്തിനൊപ്പം ഭക്തർ ഓടിയാൽ അവരുടെ കാലിനുള്ള ഏത് അസുഖവും മാറുമെന്ന്. 2-3 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ വലത് കാലിൻ്റെ മുട്ടൊന്ന് ഇടറിയിരുന്നു. അതിഭയങ്കര വേദനയായിരുന്നു കേട്ടോ. മരുന്നൊക്കെ പുരട്ടിയിരുന്നെങ്കിലും ഇതുവരെ ആ വേദന മാറിയിട്ടില്ലായിരുന്നു. അപ്പോഴാണ് യാദൃശ്ചികമായി ഭഗവാന്റെ സ്വർണ്ണപ്പഴുക്ക മണ്ഡപ ദർശനവും ശിവേലിയും ഭഗവാൻ ലൈവായിട്ട് എനിക്ക് കാണിച്ചു തന്നത്. 8ാം ഉത്സവത്തിനാണ് കാണാൻ കഴിഞ്ഞത്. അതുവരെ ഉത്സവ കാഴ്ചകളോ ഭഗവാന്റെ എഴുന്നള്ളത്തോ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. ആ ശിവേലി എഴുന്നള്ളത്ത് കണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെയും കുട്ടികളെയും കൂടി കാണിച്ചു കൊടുത്തു. എൻ്റെ കണ്ണും മനസ്സും നിറഞ്ഞു തുളുമ്പിട്ടോ. എൻ്റെ കൃഷ്ണ, എങ്ങനെയെങ്കിലും എനിക്കിതൊക്കെ കാണാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞ് നിറകണ്ണുകളോടെ ഭഗവാന്റെ പിന്നാലെ ഞാൻ മനസ്സുകൊണ്ട് പ്രദക്ഷിണം ചെയ്തു. ഓട്ടപ്രദക്ഷിണത്തിനൊപ്പം ഓടുകയും ചെയ്തു കേട്ടോ. സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളി ഇരുത്തിയത് കണ്ട് തൊഴുത് നമസ്കരിച്ച ശേഷം ഞാൻ ഉറങ്ങാൻ പോയി. ഭഗവാനെ, അടുത്ത വർഷമെങ്കിലും ഉത്സവത്തിന് അവിടെ എത്തിക്കണേ എന്ന പ്രാർത്ഥനയോടെ. രാവിലെ ഉണർന്ന് കുളിയെല്ലാം കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. തലേ ദിവസം വരെ ഉണ്ടായിരുന്ന മുട്ടുവേദന ഇല്ല കേട്ടോ. അപ്പോൾ എൻ്റെ പൊന്നുണ്ണി കണ്ണൻ മാറ്റി തന്നിരിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ. ഞാൻ വേഗം ഹസ്ബൻഡിനെയും കുട്ടികളെയും അടുത്ത് വിളിച്ച് കാര്യം പറഞ്ഞു. അവരും ഭഗവാന്റെ ഭക്തരാണ് കേട്ടോ. പൂജാമുറിയിൽ പോയി ഞാൻ നമസ്കരിച്ച് കണ്ണന് നന്ദി പറഞ്ഞു. ത്രിമധുരത്തിലെ അനുഭവം പറയാമെന്ന് പറഞ്ഞു. ഇനിയും എന്തൊക്കെയോ പറയണമെന്നുണ്ട്. മനസ്സ് നിറഞ്ഞു കവിയുന്നു. ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല ശ്രീകാന്ത് ജി. ഇത് വായിക്കുമെന്ന പ്രതീക്ഷയോടെ. ഹരേ കൃഷ്ണ. എന്താ പറയേണ്ടത്? നമ്മൾ ഗുരുവായൂരെത്തണമെന്നോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമുക്ക് കൃത്യമായിട്ട് അറിയില്ലേ, ഭഗവാന് കാണാൻ പറ്റാത്ത സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. എവിടെ ഇരുന്നാലും ഭഗവാൻ അറിയുന്നുണ്ട് എന്തൊക്കെയാണ് എൻ്റെ ഭക്തരുടെ കഷ്ടപ്പാട് എന്തൊക്കെയാണ്, അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് ഭഗവാൻ അറിയുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം. എന്താണ് ഞാൻ എപ്പോഴും പറയാറില്ലേ, നിങ്ങളുടെ ജീവിതം സംശുദ്ധമായിരിക്കുക, ശുദ്ധമായിട്ട് മുന്നോട്ട് പോവുക. ആർക്കും ദോഷം വരുന്നതൊന്നും പ്രാർത്ഥിക്കാതിരിക്കുക. വാക്കുകൊണ്ട് മറ്റുള്ളവരെ ഒരിക്കലും വേദനിപ്പിക്കാതിരിക്കുക. അത് നിങ്ങൾക്ക് തിരിച്ചടിക്കും, ഒരു സംശയമില്ല കേട്ടോ. അത് നിങ്ങൾ തിരിച്ചടിക്കുമ്പോൾ പല അനുഭവങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കും, ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഭഗവാനെ എനിക്കിതൊക്കെ വന്നതെന്ന്. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പം നമ്മുടെ ശാസ്ത്രപ്രകാരം ഈ ജന്മത്തിലുള്ളതായിരിക്കണമെന്നില്ല, മുജ്ജന്മത്തിലുള്ളതും നമ്മൾ അനുഭവിച്ച് തീർക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഈ അനുഭവത്തിൻ്റെ പ്രത്യേകത അത് തന്നെയായിരുന്നു. ദൂരെ ആയിരുന്നു, ലൈവായിട്ടാണ് കണ്ടത്. പക്ഷെ ലൈവായിട്ട് കാണുകയാണെങ്കിലും മനസ്സുകൊണ്ട് അവിടെ ആയിരുന്നു ഗുരുവായൂർ. അപ്പം കണ്ണൻ അത് കാണാതിരിക്കാൻ പറ്റുമോ? ചേച്ചിയുടെ എന്താണ് കാലിൻ്റെ വേദന, അങ്ങനെ കണ്ണൻ അങ്ങോട്ട് മാറ്റിക്കൊടുത്തു. ഇതൊക്കെയാണ് അനുഭവങ്ങൾ എന്ന് പറയുന്നത്. എന്ത് സുഖമാണല്ലേ. ഈ ഒരു ദിവസം നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്, എല്ലാവരിലേക്ക് എത്തിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നവർക്ക് അറിയാലോ, ജോയിൻ ബട്ടണിലൂടെ വരിക. ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ഗ്രൂപ്പിൽ, അറിയാലോ. വളരെ എൻഗേജ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. ഹരേ കൃഷ്ണ.